കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 7 പൊൻനിലവിളക്കുകൾ സഭയെ കാണിക്കുകയാണ്. അപ്പോൾ നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, അതായത് സഭയുടെ നടുവിൽ നടക്കുന്നവൻ. നമ്മളൊന്നുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ മഹാസാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ സഭയുടെ മധ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അത് സമാഗമന കൂടാരമാകുന്നു. ആ സമാഗമന കൂടാരത്തിൻ്റെ മധ്യത്തിൽ വസിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമാഗമന കൂടാരം പണിത് പൂർത്തീകരിച്ച ശേഷം 12 ഗോത്രങ്ങൾ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങളിലായിട്ട് 4 ദിശകളിലായിട്ട് 3 ഗോത്രങ്ങൾ പാർത്തിരുന്നു. അതിൻ്റെ നടുവിലാണ് സമാഗമന കൂടാരം. അതിൻ്റെ മധ്യത്തിലാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിരുന്നത്. അതാണ് പറയുന്നത്, ഞാൻ അവരുടെ നടുവിൽ. അവരുടെ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നടുവിൽ, ദൈവത്തിൻ്റെ മക്കളുടെ നടുവിൽ. തൻ്റെ ജനം ദൈവത്തിൻ്റെ സമ്പത്താണ്. അവരുടെ നടുവിലാണ് സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ യഹോവയായ ദൈവം വസിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിപ്പാൻ നീ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം എന്ന് പറയുകയാണ്. എൻ്റെ 24-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7-ാം ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. ഓക്കെ, 7-ാമത്തെ ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ ദൈവം വിളിപ്പാനായിടയായി തുറന്നു. മോശയോട് പറയുകയാണ്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ മോശ സീനായി പർവ്വതത്തിലേക്ക് കയറുവാനായിടയായി തുറന്നു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. 7-ാമത്തെ ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം മോശയെ വിളിപ്പാനായിടയായി തുറന്നു. അപ്പോൾ 7-ാമത്തെ ദിവസം, പ്രിയമുള്ളവരെ, ആ മേഘത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മോശയെ ദൈവം വിളിപ്പാനായിടയായി തുറന്നു. ആമേൻ. അപ്പോൾ അവിടെയും നടുവിൽ വസിക്കുന്ന ദൈവം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 46-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അപ്പോൾ അവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ബാലനായിരിക്കുമ്പോൾ തന്നെ അവൻ എവിടെയായിരുന്നത്? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. ആമേൻ. നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ട അറിവും ജ്ഞാനവും, അതേ നല്ല വ്യക്തികളുടെ അടുക്കൽ ഇരിക്കുന്നതും
അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതും വളരെ ഉത്തമമാണ്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുകയാണ് ചെയ്തത്. അവിടെ ഉപദേശം കർത്താവ് കേട്ടു. അവരോട് കർത്താവ് കാര്യങ്ങൾ ചോദിക്കുവാനൊക്കെ ഇടയായിത്തീർന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കടന്നു, അവിടെ അവർ അവനോടുകൂടെ വേറെ 2 ആളുകളെയും ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. അപ്പോൾ നോക്കിയേ, 2 കള്ളന്മാരുടെ നടുവിലാണ് കർത്താവിനെ ക്രൂശിപ്പാനായിടയാച്ചത്. കർത്താവ് കടന്നതും ആകാശത്തിന് കീഴെ ഭൂമിയുടെ മുകളിൽ ആണ് കർത്താവ് കടപ്പാനായിടയാച്ചത്. അവിടെയും കർത്താവ് മധ്യത്തിലാണ്. അപ്പോൾ 2 കള്ളന്മാരുടെ നടുവിലാണ് കർത്താവ് ക്രൂശിക്കുവാനായിടയായിത്തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ നിമിഷത്തിൽ പ്രിയമുള്ളവരെ, നാം സമാഗമന കൂടാരത്തെ എടുത്ത് പഠിക്കുമ്പോൾ കൂടാരത്തിലെ വിളക്കുകൾ സദാസമയം നിലവിളക്കുകൾ, തങ്കവിളക്കെന്ന് പറയാം, കവരവിളക്കെന്ന് പറയാം. ആ വിളക്ക് സദാസമയം ജ്വലിച്ച് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്. ആ വിളക്ക് അതിൻ്റെ കഴിവ് കൊണ്ടല്ല, പിന്നെയോ എണ്ണ പകർന്നിരിക്കുന്നതിനാലാണ് ആ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. അപ്പോൾ വിളക്ക് കത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് വിളക്ക് കത്തുന്നത്. ഇപ്രകാരം സഭയുടെ വളർച്ചയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമായിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ സഭയ്ക്ക് വളർച്ചയുണ്ടാകത്തില്ല. അതാണ് ഇങ്ങനെ ദൈവജനം പഠിപ്പിക്കുന്നത്. പ്രവൃത്തി 1-8 വാക്യം വായിക്കുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ വരുമ്പോൾ മാത്രമാണ് അവർ ശക്തി ലഭിച്ച് അവർ നേരെ യെരുശലേം യഹൂദിയ എല്ലായിടത്തും ശമരിയുടെ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളാകുന്നത്. അതാണ് പൗലോസ് കൊരിന്ത്യയിലെ സഭയോട് ലേഖനമെഴുതി പറയുന്നത്. 2 കൊരിന്ത്യർ 4-7 വാക്യത്തിൽ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. അപ്പോൾ നോക്കേ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ദാനം എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, സഭയുടെ വളർച്ചയ്ക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമായിരിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം ചില ശുശ്രൂഷകന്മാരെ ആക്കി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതലുള്ള 13 വാക്യങ്ങളിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അപ്പോൾ നോക്കി, ക്രിസ്തുവിൻ്റെ ശരീരം എന്നത് ദൈവസഭയാണ്. അപ്പോൾ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം ചില ശുശ്രൂഷകന്മാരെ സഭയിൽ ആക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ, അതായത് സഭയുടെ നടുവിൽ നടക്കുന്നവൻ യേശുവിൻ്റെ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം സഭയിൽ ഉണ്ടായെങ്കിൽ സഭയ്ക്ക് വളർച്ചയുണ്ടാകും. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം
ദൈവം ചിലരെ ചില ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുള്ളത്. അവരുടെ ദൗത്യം എന്താണ്? സഭയ്ക്ക് ആത്മീയ വളർച്ച വരുവാൻ വേണ്ടി ആണ് അവരെ ആക്കി വച്ചിരിക്കുന്നത്. ആകയാൽ സ്തോത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സഭയുടെ നടുവിൽ വസിക്കുന്നവൻ. 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ വസിക്കുന്നവൻ, 2 കള്ളന്മാരുടെ നടുവിൽ വസിച്ച കർത്താവ്. ഹല്ലേലൂയ. ആകയാൽ നമ്മുടെ കർത്താവ് എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മെ ഒരു നാളും കൈവിടാത്ത കർത്താവ്, നമ്മുടെ സഭയെ കൈവിടാത്ത നല്ല കർത്താവ്. സഭയുടെ നടുവിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഏവരും ധൈര്യത്തോടെ മുന്നോട്ട് പോകാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ നിർവടിയായി ചെയ്ത് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. സഭയുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവെ, എല്ലായ്പ്പോഴും സഭയുടെ മധ്യത്തിൽ വസിച്ചുകൊണ്ട് സഭയ്ക്കൊരു വളർച്ച നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.